പിള്ളേർക്ക് സ്കൂൾ തുറന്നാൽ പിന്നെ അമ്മമാർ നടത്താത്ത പരീക്ഷണങ്ങൾ ഉണ്ടാവത്തില്ലല്ലോ അല്ലേ? ഞാനിപ്പോൾ പഫ് പേസ്ട്രിക്കകത്തില്ല ഒരു ചോക്ലേറ്റ് കൊസാൻ ഉണ്ടാക്കിയെടുക്കാനുള്ളൊരു ശ്രമത്തിലാണ്. കൊസാൻ ഉണ്ടാക്കുന്ന വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ പഫ് പേസ്ട്രിയിൽ ഇത് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും അതിൻ്റെ ആ ഒരു സോഫ്റ്റ് ടെക്സ്ചർ അല്ല, ഇതിനൊരു ഇച്ചിരി ഫ്ലേക്കി ടെക്സ്ചർ വരും. എന്നാലും ടേസ്റ്റ് വൈസ് നല്ല അടിപൊളിയാട്ടോ, പിള്ളേർക്കൊക്കെ ഒരു ഇഷ്ടപ്പെടും. അപ്പം ഞാൻ ആദ്യം ഇതിനെ ഒന്ന് ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഞാനിത് വീഡിയോ കണ്ടിട്ടുണ്ട് എങ്ങനെ ഉണ്ടാക്കണ്ടേന്ന് കൊസാൻ. അതുകൊണ്ടാണ് ഈ ഷേപ്പിൽ കട്ട് ചെയ്തത് ധൈര്യമായിട്ട്. പക്ഷേ മെഷർ എടുത്ത് ചെയ്യാത്തത് കൊണ്ട് പല ഒരു സൈസ് വന്നു. ഷേപ്പ് കറക്റ്റായിട്ട് വരും, സൈസ് മാത്രമേ മാറിയിട്ടുള്ളൂ. എന്നിട്ട് കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ചോക്ലേറ്റ് ഒന്ന് തേച്ചു. അതിൻ്റെ മേലെ ഒരു ഇച്ചിരി വാൽനട്ട് പൊടിച്ചിടാൻ ഞാൻ പ്ലാൻ ചെയ്തായിരുന്നു, പക്ഷേ തീർന്നു പോയി. പിങ്കി നട്ട്സ് ഒന്നും അങ്ങനെ കഴിക്കത്തില്ല. അപ്പോൾ ഇതുപോലെ ഫില്ലിങ്ങിൻ്റെ അകത്തൊക്കെ വെച്ചാണ് ഞാൻ അവളെ കൊണ്ട് കഴിപ്പിക്കുന്നത്. ഒന്ന് സീൽ ചെയ്ത് ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പുഴുവിൻ്റെ ഷേപ്പൊക്കെ കറക്റ്റായിട്ട് വരും. എന്നിട്ട് അതിനൊരു എഗ് വാഷ് കൊടുത്തിട്ട് ബേക്ക് ചെയ്തെടുക്കുക. അത്രയുള്ള പരിപാടി. 200 ഫാനിൽ ഒരു 15-20 മിനിറ്റാണ് ബേക്ക് ചെയ്തത്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ തുറന്ന് നോക്കുന്നുണ്ടായിരുന്നു, കാരണം കരിഞ്ഞു പോകരുതല്ലോ. ഇതിൻ്റെ റൈറ്റ് ടൈമിങ് എനിക്ക് അറിയത്തില്ലല്ലോ, അതുകൊണ്ട്. എന്തായാലും നല്ല കൃത്യമായിട്ട് വന്നു, നല്ല രസമായിരുന്നു. രണ്ടുപേർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്നെ ഒരുപാട് നല്ല എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ഇത് ചെയ്തു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. സത്യം പറഞ്ഞാൽ എനിക്ക് കുക്കിങ്ങിനോട് വലിയ താല്പര്യമില്ല. ഇവർ രണ്ടുപേരും എന്നെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഞാനിങ്ങനെ ഓരോ പരീക്ഷണങ്ങൾ നടത്തുന്നത്.